to Ajish family. എല്ലാവർക്കും അജീഷ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ മുട്ട പൊരിക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ സവാള ചെറുതായി നുറുക്കിയെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇവിടെ ആർക്കും അത് വലിയ എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുക്കുന്നില്ല. ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിത്തീരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാളയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള വഴറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് സിമ്മിലിട്ട് നമുക്ക്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. മുളക് പൊടി ഇട്ട് ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ശരിക്കും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മളുണ്ടാക്കുന്ന ഫുഡെല്ലാം ഒരു കയ്പ്പ് ചുവ. ഇപ്പോൾ സവാള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക്
മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ മുട്ടയുടെ ഒരു വശം വെന്തിട്ടുണ്ട്. മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് തിരിച്ചിട്ടും വേവിക്കുക. ഇതാ നമ്മുടെ മുട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ മുട്ടയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിനാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.